ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ചേളാരിയിലാണ് ഉള്ളത്. ഇവിടെ സെഞ്ചുറി കൺവെൻഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നോക്കാം. സാറിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അഖിലേഷ്. സ്ഥലം ഇപ്പം ഞാൻ താമസം കോഴിക്കോട് പൊറ്റമ്മൽ പട്ടേരി. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 20 വർഷം. എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു? എൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മെഡിക്കൽ ഓക്സിജൻ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഓക്സിജൻ കമ്പനി. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കൺവെൻഷൻ സെൻറ്ററും കൂടി വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കൺവെൻഷൻ സെൻറ്ററിലേക്കും വന്നു. അപ്പോൾ ചേളാരിയിൽ നിന്ന് ഒരു നല്ലൊരു അടിപൊളി ഒരു കൺവെൻഷൻ സെൻറ്റർ വേണമെന്ന് ആഗ്രഹം കൊണ്ട് ഈ മേഖലയിൽ അതും ഞാൻ ചെയ്തു. സെഞ്ചുറിയിൽ ഈ കൺവെൻഷൻ സെൻറ്റർ മാത്രമേ ഉള്ളൂ, അതല്ല അതിൻ്റെ വേറെ എന്തെങ്കിലും പ്രൊജക്റ്റുകളുണ്ടോ? അത് മാത്രമല്ല 2024 ഏപ്രിൽ 27 അണിറോസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തു, അതായത് സെഞ്ചുറി പൂൾ. സെഞ്ചുറി പൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പൂളിൻ്റെ നടുക്കിൽ തന്നെയാണ് സ്റ്റേജ്. അവിടെ നമ്മൾ വീട്ടിൽ നടക്കുന്ന തലേ ദിവസത്തെ പ്രോഗ്രാമാണ് ഹെൽത്തി മെഹന്തി, പിന്നെ പലതരം പാർട്ടികൾ വെച്ച് നടത്താൻ പറ്റും, ബർത്ത്ഡേ റിസപ്ഷൻ എല്ലാതും ഇവിടെ വെച്ച് നടത്താൻ പറ്റുന്ന രീതിയിൽ. ഇനി വേറെ സ്ഥലങ്ങളൊന്നും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. സെഞ്ചുറി എല്ലാതും ഉണ്ട് പല രീതി. അതില്ലാത്ത ടൈമിൽ നമ്മൾ സ്വിമ്മിങ്ങിന് കൊടുക്കുന്നുണ്ട്. സ്വിമ്മിങ് ട്രെയിനിങ് ക്ലാസ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സെഞ്ചുറിയിൽ. ഞാൻ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ മാത്രം ഒരു അട്രാക്ഷനാണ് ഈ ഒരു സ്റ്റേജ്. തൊട്ട് താഴെ സ്വിമ്മിംഗ് പൂളാണ്. ഒരു വേറൊരു വൈബാണ് നമ്മളിവിടെ എത്തുമ്പോൾ. ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത ഈ പെഡൽ ബോട്ട്. രണ്ടാൾക്ക് കയറാൻ പറ്റും. മെയിൻ ഓഡിറ്റോറിയമാണിത്. ഇവിടെയാണ് ഫങ്ഷനൊക്കെ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ റേറ്റ് AC ആണെങ്കിലും നോൺ AC ആണെങ്കിലും നമുക്ക് മിതമായ റേറ്റിലേ ഇവിടെ ചാർജ് ചെയ്യുള്ളൂ. എൻ്റെ പേര് ഗായത്രി. ഞാൻ ഇവിടെ സെഞ്ചുറിയുടെ ഓഫീസ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനെയും നമ്മൾ നല്ലോണം പൂൾ ആംബിയൻസ് എൻജോയ് ചെയ്തിട്ട് അവർക്ക് നല്ല സർവീസ് നടത്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നമ്മളെ ലക്ഷ്യം. ഇവിടെ വരുന്ന ഓരോരുത്തരും അതുകൊണ്ട് തന്നെ സംതൃപ്തരായിട്ടാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 5000 ആളെ കപ്പാസിറ്റി ഉള്ള ഒരു ഓപ്പൺ സ്പേസാണ്. മാത്രമല്ല LED വാളോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു പ്രൊജക്റ്റൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആവൂലേ? ഒരു സാധാരണക്കാരന് ഇവിടെ വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഇവിടെ സാധാരണ രീതിയിൽ ഒരു വ്യക്തി വന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഹാളുണ്ട്, വലിയ ഹാളുണ്ട്, പല രീതിയിലുള്ള റേറ്റിൽ അനുയോജ്യമായ രീതിയിൽ സെറ്റപ്പ് ഉണ്ട്.
ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് പോവേ വേണ്ട. സെഞ്ചുറിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള റേറ്റ് വരെ ഇവിടെ ഉണ്ട്. ചെറുതെന്നോ വലുതെന്നോ ഏത് തരത്തിലുള്ള റേറ്റ് ഇവിടെ ഉണ്ട്. എല്ലാവരും ചേളാരി സെഞ്ചുറിക്ക് വന്നോളൂ. ഈ സെഞ്ചുറിൻ്റെ വലുപ്പമോ ഈ ഫെസിലിറ്റി കണ്ടിട്ട് ആരും പേടിച്ച് പോകേണ്ട ആവശ്യമില്ല. എല്ലാ സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള റേറ്റ് ഇവിടെ സെഞ്ചുറിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെഞ്ചുറിയിൽ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാനിങ്? തീർച്ചയായിട്ടും സെഞ്ചുറിയിൽ ഇനി ഫ്യൂച്ചറിൽ പലതരം പ്ലാനിങ് ഉണ്ട്. ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ സെഞ്ചുറിൽ റൂംസാണ് വരാൻ പോകുന്നത്. റൂംസ്, റെസ്റ്റോറൻറ്റ്, പല ടൈപ്പിലുള്ള പദ്ധതി എൻ്റെ അടുത്തുണ്ട്. ചേളാരി എന്ന് പറഞ്ഞാൽ സെഞ്ചുറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പല പ്രൊജക്റ്റും ഇനി വരുന്നുണ്ട്. ഇനി അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയുള്ള റൂംസ് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. സാർ, നിങ്ങളുടെ ഈ സംരംഭം, ഇനി വരാൻ പോകുന്ന സംരംഭം വലിയ ഉയരത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.